ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പം മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ രണ്ടാളവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട് കേട്ടോ, സ്വാഗതം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ. സാധാരണ നമ്മൾ ഒന്നുകിൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലാവും ചക്കരയ്ക്ക് റെസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിലാവും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അവർ നിൽക്കുന്ന സിറ്റ് ഔട്ടിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ അധികം നമ്മൾ വീഡിയോ എടുക്കലില്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട്, കാറൊക്കെ ഇവിടെ ഉണ്ട്, എൻ്റെ ബൈക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ മഴ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ കുറുക്കൻ്റെയും കോഴിൻ്റെ കല്യാണം എന്ന് പറയില്ലേ എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പോൾ. നോക്ക്, വെയിലുണ്ട്, എന്നാലാണെങ്കിലോ ചെറിങ്ങനെ മഴയും ചാറുന്നുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാലാവസ്ഥയാണ് നമ്മളെ നാട്ടിലുള്ളത്. അപ്പോൾ അമ്മ വന്നില്ലേ, അമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് നമുക്ക് നേരിടോട്ട് എത്തിയിട്ട് പറയാം. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ എന്തിന് ഇങ്ങനെ ഗ്യാസൊക്കെ എടുത്തോണ്ട് വന്ന് നമ്മളൊരു ഗ്യാസ് കുറ്റിക്ക് പോയി എടുത്തിട്ട് വന്നില്ലേ. ഓക്കെ, തൊട്ടടുത്താണ് ഗ്യാസ് ഏജൻസി, പോയെടുക്കുന്നതാണ്. പാപ്പാൻ്റെ ഈ ഒരു ഷർട്ട് ഇതിന് മുന്നേ ആരും കണ്ടു കാണില്ല കേസ് അല്ലേ അമ്മ? പഴയ ഷർട്ട് തന്നെയാണ്, പക്ഷേ ഒരു വെറൈറ്റി മോഡലാണ്. കണ്ടോ ഈ ഒരു മോഡൽ ഷർട്ട് ഇപ്പോൾ വാപ്പാൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ, വേറെ അടുത്തുണ്ടാവില്ല. കാരണം വെറൈറ്റി മോഡലാണ് ഉള്ളു അല്ലേ. ഈ ഷർട്ട് വാപ്പാക്ക് മാത്രമല്ലേ ഉള്ളു? ഈ ഷർട്ട് വാപ്പാക്ക് മാത്രമല്ലേ കാണുള്ളൂ? ചക്കര ഈ ഷർട്ട് വാപ്പാക്ക് മാത്രമല്ലേ കാണുള്ളൂ? അതെങ്ങനെ ഈ ഷർട്ട് വാപ്പാക്കല്ലാതെ തന്നെ വേറെ അടുത്തേലും ഉണ്ടാവുക? ഇവിടെ ഇപ്പൊ വാപ്പാക്കല്ലേ ഷർട്ട് ഉള്ളൂ? ഓക്കെ, എന്നാ വാപ്പാക്ക് തന്നെ ഷർട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചക്കരെ നമുക്കിപ്പോൾ എത്ര മന്തായി? 7 മാസം. കറക്റ്റ് എത്രയായി അമ്മ? 6 കഴിഞ്ഞ്. കറക്റ്റ് എത്രയാ അപ്പൊക്കെ അറിയാമോ? 7 പോകും, 5-ാം തീയതി കണക്കൂട്ടില് ശരിയാണോ അമ്മ? ശരിയാണെന്നാണ് അമ്മ പറഞ്ഞത്. എന്തേ ദിവസങ്ങൾ പോണതാ? അതൊക്കെ ആയില്ലേ. ജനുവരി 21 വന്നല്ലേ? അത്ര ആയിട്ടുള്ളല്ലേ ചക്കരെ? ദിവസങ്ങൾ പെട്ടെന്ന് പോയിട്ടുണ്ട്. പോവില്ല. വീട്ടിലാളുള്ളപ്പോഴേ അനങ്ങി നിൽക്കില്ലേ? അനങ്ങി നിൽക്കും. ഓക്കെ, അപ്പോ ചക്കര അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ വരെയൊക്കെ ചെയ്യാമല്ലോ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം അതല്ലേ ചക്കരേ? ഈ 7 മാസം പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് പിന്നെ എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോണത് ഒന്ന് പറയേക്കട്ടെ. പ്രതീക്ഷ പോലെയാണോ, അതോ പ്രതീക്ഷയെക്കാളും അധികമാണോ, അല്ലെങ്കിൽ പ്രതീക്ഷൻ്റെ അത്ര ഉണ്ടോ, എന്താണ് ഒന്ന് പറയേക്കട്ടെ? അല്ല, ഈ ഒരു വീഡിയോ തുടങ്ങുന്നവേ വേറെ കാര്യം ഞാൻ പറയാം. ഇനിയിപ്പോൾ ആൾക്കാർ പറയും, ലോകത്ത് ബക്ക് മാത്രമേ ഇനി പിന്നെ ഗർഭമുള്ളൂ, അല്ലെങ്കിൽ നിജാസിൻ്റെ പെണ്ണ് മാത്രമേ ഗർഭമുള്ളൂ, ഒന്ന് പോടാന്ന് പറയും കേസ്. ഒരിക്കലും അങ്ങനെയല്ല, എല്ലാവരും ഇതേപോലെ അത്രേ ഉള്ളൂ. ഓരോരുത്തരും പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇവിടുത്തെ അനുഭവങ്ങൾ, വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത് എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പലർക്കും ഇതിനേക്കാളും ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആരും ദയവേത് അങ്ങനെ പറയരുത്, കാരണം നമ്മുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കേട്ടിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ നിങ്ങൾ പറഞ്ഞോളില്ല. അപ്പോൾ ഞാൻ എന്താ അറിയുന്നത് അല്ലേ? അതെ പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറയട്ടെ? ഞാനിതാ ഈ കമ്പീൻ്റെ മുകളിലോട്ടിരിക്കാം. പറഞ്ഞു വന്നോളും. അല്ല, ടെൻഷൻ എന്ന് പറയാന് ആ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എപ്പോഴെന്നറിയോ? അതായത് ഓരോ മാസം സ്കാനിങ് വരത്തില്ലേ, സ്കാനിങ് വരുന്ന ടൈമിലാണ് നമുക്ക് ടെൻഷൻ എന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് 5-ാം മാസത്തെ സ്കാനിങ്ങിലായിരുന്നു, അനോമലിൻ്റെ സ്കാനിങ്ങിൽ. കാരണം ആ ഒരു സ്കാനിങ്ങിലാണ് ഏറ്റവും മിടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ആദ്യത്തത്. അത് ഒരു ടെൻഷൻ ശരി തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടെൻഷനാണ് ഞാൻ പറഞ്ഞത് 5-ാം മാസത്തിൽ നമ്മുടെ അനോമലി സ്കാനിങ്ങിന് പിന്നീട് എന്താണ് കുട്ടിൻ്റെ വളർച്ച കാര്യങ്ങൾ, എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയണത് അതിലാണ്. അപ്പോൾ അതിനായിരുന്നു ഫുള്ള് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും അത്രയും ടെൻഷൻ അടിച്ചത്. കാരണം പറഞ്ഞു കേട്ടെടുത്തോളം അത് എപ്പോഴും നല്ലപോലെ ഇരിക്കണം. ആ ഒരു സ്കാനിങ് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ
നമുക്കത് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മൾ അത്രയും ടെൻഷൻ അടിച്ച് അതിലാണ് അല്ലേ വാപ്പ. ഉമ്മയുടെ ആ പ്രഗ്നൻസി ടൈമിലൊക്കെ അനോമലി സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഉണ്ടോ വാപ്പ? ഇല്ല, അതാണ് സ്കാനിങ്. ഇല്ല, ഇല്ല, അതാണ്. ഓക്കെ, അപ്പൊ അഞ്ചൊന്നും പോരാന്ന് തോന്നില്ലേ? അതിൽ കൂടുതൽ അതെ. അതിനുശേഷം ആയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് മിടിപ്പ് വന്നത് തോന്നില്ലേ? ആ, 6ാമത്തെ ആഴ്ചയിലാണ്. ശരിയാണ്, ശരി. 5 6 എങ്ങനെയാണെന്ന് തോന്നുന്നു, കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോ അതങ്ങനെ. പിന്നെ എന്തായിരുന്നു നേരിട്ട വെല്ലുവിളികൾ കേൾക്കട്ടെ, പറയും. ഇന്ന് ഉമ്മാന്റെയും മോളുടെ രണ്ടാളുടെയും ആ ഒരു പ്രഗ്നൻസി ലൈഫാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പറയും. പിന്നെ ഇതിനിടയ്ക്ക് വേറെ പല്ലുവേനൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ പറയും. വേദനകളുണ്ട്, വേദനകള് കാല് മസിൽ കയറലുണ്ട് രാത്രിയാവുമ്പോ. പിന്നെ നടുവേദന, പെട്ടെന്നാ നടുവേദന വരിക. അതായത് നമ്മള് പണിയൊന്നും എടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ കടന്നിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേനും നടുവിന് പ്രശ്നം വരും. വയറിനൊരു ഭാരം, അധികം നേരം ഇങ്ങോട്ട് നിക്കാൻ വയ്ക്കില്ല. അതുണ്ടാവും, കാരണം ഒരു കുട്ടീനെ കാര്യം ചെയ്തോണ്ട് നടക്കണല്ലേ. അല്ല, അതെന്താ, ഒന്നാമത് ഞാൻ ഹൈറ്റ് ഇല്ല. പിന്നെ പറഞ്ഞ എന്റെ ഹൈറ്റിനൊത്ത വയറ് നിക്കുമ്പോ എനിക്ക് കാലിന്റെ ഉപ്പൂറ്റി വേദന ഉണ്ടാവും. അപ്പൊ കുറച്ചേരം ഇരിക്കണം. നടന്ന പ്രശ്നമല്ല, ഇല്ല. സാധാരണ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എല്ലാവരും നേരിടുന്ന ഒരു മെയിൻ വെല്ലുവിളിയാണ് വോമിറ്റിംഗ് എന്ന് പറയണത് അല്ലേ? പക്ഷേ കാരണം ഛർദ്ദിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ എന്താ ഒരു സാധനം, എനർജി നഷ്ടപ്പെടും. എന്നുവെച്ചാൽ മറ്റേ ആ ഡ്രിപ്പ് ഇടുന്നത്, ഗ്ലൂക്കോസ് കയറ്റണത്, കാരണം ഛർദ്ദിക്കുന്നതനുസരിച്ച് നമ്മൾ കഴിക്കുന്നതൊക്കെ ഛർദ്ദിച്ച് പോവല്ലേ. അപ്പോൾ സിനുവിനൊക്കെ അല്ലേ ഒരുപാട് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഡ്രിപ്പ് ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകലുണ്ട്. പക്ഷേ പർച്ചേസ് അയച്ചിട്ട് ഇതുവരെക്കും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതെ, വരാതിരിക്കട്ടെ, ഒക്കെ റാഹത്തായിട്ട്. ഇല്ല, കയറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയായിരുന്നു? 7ാം മാസം ആയപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ എന്താ കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നലെ മിനിങ്ങാന്ന് ഉറങ്ങിയില്ലേ? ഇന്നലെ മിനിങ്ങാന്നൊന്നും ഉറങ്ങിയിട്ടുണ്ട് അല്ലേ? ഉമ്മാക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഉറക്കമില്ലായ്മയൊക്കെ? ആ സമയത്ത് ജോലി എന്ന് പറയുമ്പോ എല്ലാ ജോലികളും ഉണ്ടാവും. ഇഷ്ടംപോലെ ജോലികള് അന്നൊന്നും ഇതുപോലെ മോട്ടറോ മിക്സിയോ ഒന്നും ഇല്ല. നമ്മളമ്മിയിലാണ് അരയ്ക്കണം, വെള്ളം കോരണം, എല്ലാതും ചെയ്യണം അല്ലേ? അടുപ്പില് വേവിക്കണം. അതായത് എന്ന് പറയുമ്പോ നമ്മളൊരു വീട്ടില്, ഇപ്പൊ എന്റെ വീട്ടിലടക്കം, എന്റെ വൈഫിനടക്കം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ തന്നെയാണ്. കാരണം മുമ്പൊക്കെ ആട്ടുകല്ലായിരുന്നു, ഇന്ന് ഗ്രൈൻഡർ ഉണ്ട്. മുമ്പ് അതേമാതിരി തന്നെ അമ്മിയിൽ അരക്കണം, ഇന്ന് മിക്സി ഉണ്ട്. മുമ്പൊക്കെ കല്ലിൽ അലക്കണം, ഇന്ന് വാഷിംഗ് മെഷീൻ ഉണ്ട് അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഗ്യാസ് അല്ലമ്മ, ഇന്ന് ഇലക്ട്രിക് ഓവൻ അടക്കമുണ്ട്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അടുപ്പ് കൂട്ടിയിട്ട് അതിൽ വിറകൊക്കെ ഇട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഊതി തീയാക്കിയിട്ട് വേണം അന്ന് ആഹാരം പാചകം ചെയ്യാൻ. ഇന്ന് അതാണ് പാത്രം കണ്ടം, എന്തിനും ഒന്നുമില്ല, എല്ലാത്തിനും അതാണ്. ഇന്ന് മോട്ടർ, പമ്പ് സെറ്റ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതെ, അന്ന് സുഖപ്രസവമാണ്, ഇതേപോലത്തുള്ള സിസേറിയൻ കുറവാണ്. അന്ന് ഇത് എനിക്ക് തോന്നുന്നു ഇതേപോലെ സ്കാനിങ് ഇല്ലാത്ത കാര്യം. എൻ്റെ ഒരു ആശയത്തിൽ ഞാൻ പറയുകയാണ്, ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലികളും ആഹാര രീതികളും മാറ്റമാണ്. എന്നാൽ അന്ന് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ശരിക്കും അങ്ങനത്തെ എപ്പോഴും സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ആയിരിക്കും. ഏകദേശം 25-30 വർഷം പുറകിലോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അപ്പോൾ ചക്ക വെട്ടണം, പുല്ലരിയാൻ പോണം, ചക്ക വെട്ടണം, പോണ്ട. പുളി തോട് കളഞ്ഞിട്ട് അതിനെ കുരുവൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യണം. ഒരുപാട്
അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു അന്നൊരു ആയാസം തോന്നത്തില്ല ജോലിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കൂട്ടുകുടുംബമായിട്ടല്ലേ, എല്ലാവരും ഉണ്ടല്ലോ. അല്ല അന്ന് ഞാൻ പറയുന്നത് ചില വീടുകളിലേ എല്ലാവരും ആയിട്ട് കൂട്ടുകുടുംബമായിട്ട് അങ്ങ് ആടിപ്പാടി കഴിഞ്ഞു പോകും. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവനാൻ്റെ വീട്ടിൽ അവനാനുള്ള മക്കള് മരുമക്കള് തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. അന്നത്തെ കാലത്ത് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അതാണ് ഇന്നാണ് പറഞ്ഞത്. അന്ന് അടിച്ചാരാണ് തുടയ്ക്കാനടക്കം മെഷീൻ വരെ ഉണ്ട് അല്ലേ. മെഷീൻ അങ്ങോട്ട് ഓണാക്കി വെച്ച് കൊടുത്താൽ അത് തന്നെ പോയി അടിച്ച് വാരി തുടച്ച് റെഡിയാക്കി സെറ്റപ്പാക്കി കുട്ടപ്പനാക്കി കണ്ട് റെഡിയാക്കി തരും. ശരിയല്ലേ ജീവിച്ചത്. അപ്പോൾ അന്നത്തെ ജീവിത സാഹചര്യം അന്നത്തെ സംഭവം ശരി തന്നെയാണ്. രാവ് പകലായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. ഭക്ഷണം കൊടുക്കണം, വേവിക്കണം, അങ്ങനെയൊക്കെ. വീട്ടിലുള്ളവർക്ക് മാത്രം വേവിച്ചാൽ പോരാ അല്ലേ, പറമ്പിലുള്ളവർക്കും പാടത്തുള്ളവർക്കൊക്കെ റെഡിയാക്കി കൊടുക്കും വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉമ്മയുടെ പ്രഗ്നൻസി ടൈമിലെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ചത്. ചക്കരൻ്റെത് അങ്ങനെയാണ് പങ്കുവെച്ചത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. വ്യത്യാസങ്ങളുണ്ട്. അതെ എന്താ പോട്ടെ, ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ നമുക്ക്. സുഖപ്രസവം പൂർത്തിയാക്കിയിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ഒരു കുഞ്ഞു വാവേനെ കിട്ടട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള മാസം മുതലാണ് ഓരോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അല്ല ഇനിയുള്ള മാസം മുതലാണ് കുട്ടി വേഗം വളരണേ അല്ലേ. അതല്ല, അതായത് നമുക്ക് ഈ എന്താ മറ്റേ ഫ്ലൂയിഡിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ വരാൻ പോകുന്നത് അതൊക്കെയാണ്. ഇനി അതേമാതിരി കുട്ടി തല ഇരിഞ്ഞു വരണം, അത് പിന്നെ നീര് വരും, മറുപിള്ളന്റെ അല്ലേ. അതെ എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. പിന്നെ പടച്ചോൻ അവിടെ നിന്ന് മുകളിൽ നിന്ന് എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് ഇരിക്കും, അത്രയേ ഉള്ളൂ നമുക്ക് അതിനകത്ത്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് എന്നോട് ദുആ ചെയ്യാം, അത്ര നമുക്ക് ചെയ്യാനുള്ളപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. നമ്മളും തിരിച്ച് നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഏതായാലും ഇവർ രണ്ടാളുടെയും പ്രഗ്നൻസി ലൈഫിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഏതായാലും നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് നമ്മളെ വീഡിയോ കാണുന്ന പഴയ ഉമ്മമാർ താത്തമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതല്ല ഇതിലും വലിയ പിന്നെ സിറ്റുവേഷൻസൊക്കെ ഓവർകം ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമുക്കറിയാമല്ലോ ആരൊക്കെ ഏതൊക്കെ ലൈഫിൽ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടി വന്നവരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് കമൻറ്റ് വഴി നമുക്കൊന്ന് അറിയാം. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ ഇവിടെ. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ കേട്ട് നമുക്കിനി നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്തോളി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും.